CJP സമരം അവസാനിപ്പിച്ചതിന് പിന്നാലെ പരീക്ഷാ നടത്തിപ്പിൽ സമഗ്ര മാറ്റത്തിന് കേന്ദ്ര സർക്കാർ. പരീക്ഷാ പരിഷ്കരണത്തിന് ഉന്നതാധികാര ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ചെന്ന് പ്രധാനമന്ത്രി. പരീക്ഷകളുടെ വിശ്വാസ്യതയും സുതാര്യതയും ഉറപ്പാക്കുക ലക്ഷ്യമെന്നും ഇൻസ്റ്റാഗ്രാം വീഡിയോയിൽ മോദി. സാങ്കേതിക വിദഗ്ധൻ നന്ദൻ നിലേക്കനി നേതൃത്വം നൽകും. ഡൽഹിയിൽ കണ്ടത് തുടക്കം മാത്രമെന്ന് CJP സമരനായകൻ അഭിജിത് ദീപ്കെ. പിന്തുണച്ചവർക്ക് നന്ദി, ഒരുപാട് ദൂരം ഇനിയും പോകാനുണ്ടെന്ന് പുതിയ വീഡിയോ. The Cockroach Janata Party has a long way to go, and for sure we will go a long way. This is just a beginning. സമരവിജയമേറെ ആശ്വാസം നൽകുന്നുവെന്ന് നീറ്റ് പരീക്ഷാ ക്രമക്കേടിലെ കേരളത്തിലെ രക്തസാക്ഷി ഐഷയുടെ അമ്മ. തലസ്ഥാനത്ത് പട്ടാപ്പകൽ യുവാവിനെ നടുറോഡിൽ വെട്ടിക്കൊന്നു. അരുംകൊലയ്ക്ക് കാരണം അയൽവാസികൾ തമ്മിലുള്ള അതിർത്തി തർക്കം. മരിച്ചത് പാൽക്കുളങ്ങര സ്വദേശി വൈശാഖ്. റൌഡ് ഹിറ്റ് ലിസ്റ്റിൽപ്പെട്ട പ്രദീപിനും കൂട്ടാളികൾക്കുമായി തിരച്ചിൽ. പ്രതികൾ സഞ്ചരിച്ച വാഹനം കണ്ടെടുത്തു. മലപ്പുറം കുറ്റിപ്പുറം വാഹനാപകടത്തിൽ ട്രാൻസ്പോർട്ട് കമ്മീഷണർ അന്വേഷണം ആരംഭിച്ചു. അമിത വേഗവും അശാസ്ത്രീയ നിർമ്മാണവും അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുമെന്ന് ഗതാഗത മന്ത്രി. ദേശീയപാതയിൽ ഡിവൈഡറിലിടിച്ച ബസ് തലകീഴായി മറിഞ്ഞ അപകടം. മരിച്ചത് കോഴിക്കോട് പെരുവയൽ സ്വദേശി വൈഷ്ണവ്. 4 പേരുടെ നില അതീവ ഗുരുതരം. അപകടത്തിന് നടുക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത്. മാസപ്പടി കേസിൽ അന്വേഷണം പിണറായി വിജയനിലേക്കെന്ന സൂചനകൾ ശക്തം. ശശിധരൻ കർത്തായുടെ മൊഴിയിൽ പിടിച്ച് ED. പണം നൽകിയത് പിണറായിയുമായുള്ള അടുപ്പം കാരണമെന്ന് കർത്ത പറഞ്ഞത് 2024. വീണ വിജയൻ 45 ലക്ഷം പറ്റിയത് ഇൻവോയ്സ് ഇടും മുമ്പ്. ശശിധരൻ കർത്ത കള്ളപ്പണം വെളുപ്പിച്ച വഴികളും കണ്ടെത്തി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. യുക്രൈൻ തുറമുഖത്ത് നിർത്തിയിട്ടിരുന്ന ചരക്ക് കപ്പലിന് നേരെ ആക്രമണം. 2 ഇന്ത്യൻ പൗരന്മാരെ കാണാതായി. കപ്പലിലുണ്ടായിരുന്നത് 4 ഇന്ത്യക്കാർ. തിരച്ചിലും രക്ഷാപ്രവർത്തനവും നടക്കുന്നുവെന്ന് ഇന്ത്യൻ എംബസി. കരുണാനിധിയുടെ കൊച്ചുമകൾ ബാങ്ക് മാനേജരെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത്. MK അഴഗിരിയുടെ മകൾ കയൽവിഴി മുഖത്തടിച്ചത് അടയാർ മേഖലയിലെ SBI മാനേജർ. കയൽവിഴിക്കെതിരെ കേസെടുത്ത് പോലീസ്. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ച് സിദ്ധരാമയ്യ. രാഷ്ട്രീയം അഴിമതി നിറഞ്ഞതാണെന്ന് പ്രഖ്യാപനം. 2028 തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ലെന്നും രാഷ്ട്രീയത്തിൽ തുടരുമെന്നും കർണാടക മുൻ മുഖ്യമന്ത്രി. യൂറോപ്പിനെ ഞെട്ടിച്ച് കാട്ടുതീ പടരുന്നു. ഫ്രാൻസിലും സ്പെയിനിലും 5 ലക്ഷത്തിലധികം പേരെ വീട്ടുകളിൽ നിന്നും ഒഴിപ്പിച്ചു. ഇറ്റലിയിലേക്കും സ്കോട്ട്ലൻഡിലേക്കും തീ പടരുന്നു. അപൂർവ സാഹചര്യത്തിന് കാരണം കാലാവസ്ഥാ വ്യതിയാനം മൂലമുള്ള ഉഷ്ണതരംഗം. ഇറാൻ അമേരിക്ക സംഘർഷത്തിന് താൽക്കാലിക ശമനം. പുതിയ യുദ്ധമുഖമായി ചെങ്കടൽ. യമൻ തുറമുഖം ആക്രമിച്ചതിന് മറുപടിയായി സൗദി എണ്ണ സംഭരണ കേന്ദ്രങ്ങൾ തകർത്ത് ഹൂതികൾ. ഇറാൻ കപ്പൽ തകർത്ത് യുക്രൈനും. റഷ്യ ആയുധം നൽകി ഇറാനെ സഹായിക്കുന്നുവെന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി.